നമസ്കാരം. കാലിഫോർണിയയിൽ വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുന്നു. ഇന്നലെ രാവിലെ ആരംഭിച്ച തീപിടുത്തത്തിൽ 3407 ഏക്കറോളം സ്ഥലമാണ് കത്തി നശിച്ചത്. ഈ അഗ്നിബാധയെ അണുബോംബിന് തുല്യമായിട്ടാണ് വിദഗ്ധർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അത്രയും മാരകമായ തോതിലാണ്. ഒരു അണുബോംബ് ഇട്ടാൽ ഒരു സ്ഥലത്തേക്ക് എത്രമാത്രം പെട്ടെന്ന് പടർന്നു പിടിക്കുമോ അത്രയും വേഗത്തിലാണ് ഇപ്പോൾ തീ പടർന്നു പിടിക്കുന്നത് എന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. വിമാനം വഴിയും തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നത്. എങ്കിലും തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത്. തീ നിയന്ത്രണാതീതമായി വളരെ വേഗത്തിൽ പടരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. വരണ്ട കാലാവസ്ഥയിൽ ശക്തമായ കാറ്റുമാണ് തീ അണയ്ക്കുന്നതിന് തടസ്സമായി മാറിയിരിക്കുന്നത് എന്നാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാസ്റ്റക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലേക്ക് പടരുകയായിരുന്നു. അതിശക്തമായ തോതിലാണ് ഇവിടെ തീ പടർന്നു പിടിക്കുന്നത്. ഏതാണ്ട് 18,000-ഓളം പേർ ഈ മേഖലയിൽ താമസിക്കുന്നു എന്നാണ് കണക്ക്. അതിൽ 10,000-ലധികം പേരെ ഇതിനോടകം തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. ലോസ് ആഞ്ചലസിലുണ്ടായ ശക്തമായ തീപിടുത്തത്തിൽ ഹോളിവുഡ് ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് കനത്ത നാശം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ലോസ് ആഞ്ചലസിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് 91% വിജയിച്ച് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇവിടെ ഉയരുന്നത്. അതേസമയം കാലിഫോർണിയൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ശക്തമായ അലംഭാവമുണ്ടായി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. കാലിഫോർണിയ പോലെ ഇത്രയും വലിയൊരു ജലശേഖരമുള്ള ഒരു മേഖലയിൽ തീയണയ്ക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ പ്രസിഡന്റിൻ്റെ ആരോപണങ്ങളെ കാലിഫോർണിയ ഗവർണർ തള്ളിക്കളയുകയാണ്. പ്രസിഡന്റിനെ കാലിഫോർണിയയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് കാലിഫോർണിയ ഗവർണർ പറയുന്നത്. ഇന്നലെ പറന്നു പിടിച്ച കാട്ടുതീയിൽ ആളപായമുണ്ടായതായി ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ലോസ് ആഞ്ചലസിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് 24-ഓളം പേർ തീയിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കൃത്യമായി ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ അമേരിക്ക ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല. ഈ മേഖലയിലുള്ള സാൻ ഗബ്രിയേൽ പർവ്വത നിരകളിലേക്ക് ഇപ്പോൾ സന്ദർശകരുടെ പ്രവാഹം നടക്കുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് ഒരു അറിയിപ്പുണ്ടാകുന്നവരെ സന്ദർശകരെ ഒരു കാരണവശാലും ഈ പർവ്വത നിരകളിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ലോസ് ആഞ്ചലസിലുണ്ടായ തീപിടുത്തത്തിൽ ഹോളിവുഡിലെ നിരവധി പ്രമുഖരുടെ വീടുകളാണ് കത്തി നശിച്ചത്. ഇവരിൽ പലരെയും പിന്നീട് അധികൃതരെത്തി മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോളിവുഡിലെ പ്രശസ്തമായ പല സിനിമകൾക്കും വേദിയായിരുന്ന അവ ചിത്രീകരിച്ചിരുന്ന സ്റ്റുഡിയോകളും അതുപോലെ കെട്ടിടങ്ങളുമൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. ഹോളിവുഡിൽ എത്ര മാത്രം നഷ്ടമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഓസ്കാർ നോമിനേഷൻ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഹോളിവുഡിലെ സംഭവങ്ങളൊക്കെ തന്നെ പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു ഈ ഒരു അഗ്നിബാധയുടെ പശ്ചാത്തലത്തിൽ. ഏതായാലും ഇന്നലെ ആരംഭിച്ച ഈ കാട്ടുതീ അണയ്ക്കാൻ തന്നെയുള്ള ശക്തമായ ശ്രമത്തിലാണ് സർക്കാർ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റ സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ആദ്യമായി തദ്ദേശീയമായി നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയായിരിക്കാം ഈ ഒരു തീപിടുത്തം. ട്രംപിനെ പോലെ അതിശക്തമായ നിലപാടുകളുള്ള ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കാര്യത്തിലും അടിയന്തര നടപടി വേണം എന്ന് എപ്പോഴും ആവശ്യപ്പെടാറുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ ഒരു അഗ്നിബാധ ഒരു വലിയ വെല്ലുവിളിയായി കണക്കാക്കാൻ കഴിയുകയില്ല. എങ്കിലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്കൻ സർക്കാരിൻ്റെയും കാലിഫോർണിയയിലെ അധികൃതരുടെയും ഒക്കെ തന്നെ തീരുമാനം.